നമ്മൾക്കറിയാം നമ്മൾ ഏറ്റവും നോർമലായിട്ടും അല്ലെങ്കിൽ നമ്മളൊരു സാധാരണമായി കണ്ട് അവോയ്ഡ് ചെയ്യുന്ന ഒരു ലക്ഷണങ്ങളാണ് ശരിക്കും നമ്മുടെ വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇപ്പോൾ ഒരു ഇൻഡൈജഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഗ്യാസ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ വയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലക്ഷണം നമുക്കുണ്ടായാൽ നമ്മൾ അതൊരു ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. ഒരിക്കലും അങ്ങനെ കളയരുത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്യാസ്ട്രിക് ക്യാൻസർ ഓർ വയറിലെ അർബുദത്തെക്കുറിച്ചാണ്. കാരണം ഇന്ത്യയിലെ തന്നെ ക്യാൻസറുകളിൽ ഏറ്റവും 5ാമത്തെ സ്ഥാനമാണ് ഈ വയറിലെ ക്യാൻസറിനുള്ളത്. കാരണം ഏറ്റവും ആൾക്കാർ നിസ്സാരമായി കാണുന്നതും അവസാനം ഇതിൻ്റെ എല്ലാ സ്റ്റേജും കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിക്കുന്നതുമായ ഒരു ക്യാൻസറാണ് ഗ്യാസ്ട്രിക് ക്യാൻസർ ഓർ വയറിലെ അർബുദം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് അവഗണിക്കരുത്, നിസ്സാരമായി കാണുകയും ചെയ്യരുത്. അങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് ഇരിക്കാതെ എത്രയും പെട്ടെന്നൊരു ഡോക്ടറെ കണ്ടിട്ട് ഇത് ഗ്യാസ്ട്രിക് ക്യാൻസർ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പ്രശ്നമാണോ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനൊരു 5 ലക്ഷണങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നോട്ട് ചെയ്ത് വെക്കണം. ആദ്യത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, ഒരു കാരണവുമില്ലാതെ ശരീരം മെലിഞ്ഞു പോകുക. അതൊരാൾക്ക് കണ്ടാൽ അറിയാം, നല്ലോണം മെലിഞ്ഞ ഒരവസ്ഥയിൽ അത്രയും ഒരു മെലിയുന്നൊരവസ്ഥയുണ്ടാവും. അതാണ് ആദ്യത്തെ ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ വയറിൻ്റെ മേലെ ഭാഗത്ത് നിരന്തരമായി വേദന അനുഭവപ്പെടുക. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച ശേഷം ഇടയ്ക്കിടയ്ക്ക് ഛർദിൽ അനുഭവപ്പെടുക. നാലാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ഛർദിക്കുന്നതിന് ഒരു കാപ്പിയുടെ നിറത്തിൽ ആയി ഛർദിക്കുക. 5ാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ കറുത്ത നിറത്തിലുള്ള മലം പോകുക. ഈ ലക്ഷണങ്ങൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഗ്യാസ്ട്രിക് ലക്ഷണങ്ങളായിട്ടുള്ള ഛർദിൽ, നെഞ്ചരിച്ചിലുണ്ടാവാം, വയറ് വീർക്കലുണ്ടാവാം, അതേപോലെ തന്നെ വിശപ്പില്ലായ്മ ഉണ്ടാവാം, ക്ഷീണം ഉണ്ടാവാം, ദഹനക്കേട് ഉണ്ടാവാം, ഇൻഡൈജഷൻ ഉണ്ടാവാം, മലബന്ധം ഉണ്ടാവാം, അസിഡിറ്റി ഉണ്ടാവാം. ഈ ലക്ഷണങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടാവാം. ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ അത് നിസ്സാരമായി കാണരുത്. ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം ആണെന്ന് വിചാരിച്ച് അതിനെ നിസ്സാരവൽക്കരിക്കരുത്. എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും ടെസ്റ്റും ചെയ്തിട്ട് ഇത് ഗ്യാസ്ട്രിക് ക്യാൻസർ അല്ല അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ക്യാൻസർ ആണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.